ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സിഹറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരു ആശ്വാസം എന്നോളം നമ്മൾ ഇന്നത്തെ മജ്‌ലിസിൽ ഒരൊറ്റ കാര്യം പറഞ്ഞ് നമ്മൾ സ്വലാത്തോടുകൂടി പെട്ടെന്ന് പിരിയാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകളുണ്ട് സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവര്, സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്നവര് ഒരുപാട് ആളുകളുണ്ട്. കണ്ണേറ് കൊണ്ട് പ്രയാസപ്പെടുന്നവര് ധാരാളം ആളുകളുണ്ട് അല്ലെ. ഐനി എന്നുള്ളത് ഹക്കാണ്, അപ്പൊ അതിനെതിർക്കാനൊന്നും പറ്റൂല. സിഹറ് കൊണ്ടും കണ്ണേറ് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ ധാരാളം ആളുകളുണ്ട്. എന്നാൽ അതിനൊക്കെ മരുന്നുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അതിന് വലിയ വലിയ മരുന്നുകളുണ്ട്. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, സൂറത്തുൽ അഅറാഫിലെ 5 ആയത്തുകൾ, സൂറത്തുൽ അഅറാഫിലെ 5 ആയത്തുകൾ നമ്മൾ എല്ലാ ദിവസവും ഓതിയാൽ അത് സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നമുക്ക് വലിയ സംരക്ഷണമാണ്. എത്ര വലിയ സിഹറേറ്റിട്ടുണ്ടെങ്കിലും ആ സൂറത്തുൽ അഅറാഫിലെ 5 ആയത്തുകളെ ബറക്കത്ത് കൊണ്ട് ആ സിഹറുകൾ ബാത്തിലാകും. സൂറത്തുൽ അഅറാഫിലെ 118-ാമത്തെ ആയത്തും 119, 120, 121, 122 ആയത്തുകൾ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നയിക്കാം. ഇപ്പൊ സൂറത്തുൽ അഅറാഫിന്റെ ആയത്തുകൾ എണ്ണം നോക്കിക്കോളി. സൂറത്തുൽ അഅറാഫിലെ 118-ാമത്തെ ആയത്ത് മുതൽ 118, 119, 120, 21, 22 ഇങ്ങനെ 5 ആയത്തുകൾ ഓതിയാൽ അത് സിഹറുകൾ ബാത്തിലാവാനുള്ള വലിയ കാരണമാണ്. അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 2 ആയത്തുകളുണ്ട്. സൂറത്ത് യൂനുസിലെ 81-ാമത്തെയും 82-ാമത്തെയും ആയത്തുകൾ അത് സിഹറുകൾ ബാത്തിലാവാൻ ഏറ്റവും നല്ല മരുന്നാണ്. അതുപോലെ സൂറത്ത് ത്വാഹയിലെ 69-ാമത്തെ ആയത്ത് അതും സിഹറ് ബാത്തിലാവാൻ വലിയ കാരണമാണ്. എല്ലാ ദിവസവും സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്താൽ സിഹറ് ബാത്തിലാവാൻ, ഏത് കടുത്ത സിഹറും തട്ടിപ്പോവാൻ വലിയ കാരണമാണ്. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിഹറിൽ നിന്ന് വലിയ കാവൽ ആണ് അത്. അതിൽ തന്നെ സൂറത്ത് യൂനുസിലെ ഒരു ആയത്തുണ്ട്, ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ആയത്തുണ്ടല്ലോ ഓരോ പ്രാവശ്യവും ഓതണം. ഇത് എത്ര പ്രാവശ്യം ഓതണം എന്നറിയോ? ഈ ആയത്ത് 7 തവണ ഓതണം. 7 തവണ ഓതുമ്പോഴും അതിൽ ഇന്നല്ലാഹ സയുബ്തിലു എന്ന ഭാഗം എത്തുമ്പോ ആ ഭാഗം മാത്രം നമ്മൾ 99 തവണ ഓതണം. എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചോതി കുടിക്കണം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അത് സിഹറിൽ നിന്ന് വലിയ സംരക്ഷണമാണ്, കണ്ണാറിൽ നിന്ന് വലിയ സംരക്ഷണമാണ്. ഏത് കടുത്ത സിഹറോ ബാത്തിലാകാൻ അത് കാരണമാണ്. അല്ലാഹ് സിഹറുകളൊക്കെ ബാത്തിലാക്കണേ അല്ലാഹ്. സ്വന്തക്കാര് പോലും അസൂയ വെച്ച് നടക്കുന്ന കാലമാണ്. ആരും നന്നാവുന്നവരും ഇഷ്ടപ്പെടാത്തൊരു കാലമാണ്. അല്ലാഹ് ദീനങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്.